നമസ്കാരം. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ സിനിമയ്ക്കെന്ന പോലെ രാഷ്ട്രീയ നേതാക്കളുടെ അറസ്റ്റുകൾക്കും അതിൻ്റെതായ നാടകീയതയും സിനിമാറ്റിക് സവിശേഷതകളുമുണ്ട്. തൃശയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിന്റെ പേരിൽ DMK നേതാവും പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിനെതിരെ ഉണ്ടായ കേസും അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത രീതിയുമാണ് ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കുന്നത്. ഉദയനിധിയെ കസ്റ്റഡിയിലെടുക്കാനായി DMK പ്രവർത്തകരെ അടിച്ചോടിച്ച് സിനിമാ സ്റ്റൈലിൽ പോലീസ് കാണിച്ച വീരസ്യം തമിഴ്നാടിന് ഒട്ടും അപരിചിതമല്ല. ഉദയനിധിയുടെ മുത്തച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ M കരുണാനിധിയെ പണ്ട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ഭരണകാലത്ത് പോലീസ് വീട്ടിൽ നിന്ന് വലിച്ചിഴിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ദൃശ്യങ്ങളാണ് ഈ സംഭവം പലരുടെയും ഓർമ്മയിലെത്തിക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പ്രമുഖ നേതാക്കളുടെ അറസ്റ്റുകൾ കേവലം നിയമനിർവഹണ നടപടികൾ എന്നതിലുപരി വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്കാണ് എപ്പോഴും വഴിതെളിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഭരണമാറ്റങ്ങൾക്കൊപ്പം ആവർത്തിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രതികാര നടപടികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളും ഇതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. M കരുണാനിധി, ജയലളിത, മുൻ കേന്ദ്രമന്ത്രിമാരായ മുരശോലി മാരൻ, P ചിദംബരം തുടങ്ങിയ പ്രമുഖരുടെ അറസ്റ്റുകൾ പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടവയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാടകീയവും വിവാദപരവുമായ സംഭവങ്ങളിലൊന്നായിരുന്നു 2001 ജൂൺ 30 പുലർച്ചെ നടന്ന M കരുണാനിധിയുടെയും മുരശോലി മാരന്റെയും അർദ്ധരാത്രിയിലെ അറസ്റ്റ്. 2001 മെയ്യിൽ നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMK വിജയിക്കുകയും ജയലളിത മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുകയും ചെയ്തതോടെയായിരുന്നു ഈ സംഭവങ്ങൾക്ക് തുടക്കമായത്. തമിഴ്നാടിനെ ഞെട്ടിച്ച അറസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കരുണാനിധി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് ഒരു മാസത്തിനകമായിരുന്നു ഈ സംഭവം. ചെന്നൈ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 12 കോടിയുടെ അഴിമതി നടന്നെന്ന പരാതിയിലായിരുന്നു ജയലളിതയുടെ നടപടി. കരുണാനിധിയുടെ മുൻ ഭരണകാലത്ത് ചെന്നൈ നഗരത്തിൽ 10 മിനി ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചതിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നും സംസ്ഥാന ഖജനാവിന് 12 കോടിയുടെ നഷ്ടം വരുത്തിവെച്ചു എന്നതുമായിരുന്നു പ്രധാന ആരോപണം. 2001 ജൂൺ 29 രാത്രി 9 മണിക്ക് ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ കമ്മീഷണർ JCT ആചാര്യലു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെന്നൈ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തു. പരാതി ലഭിച്ച മണിക്കൂറുകൾക്കകം യാതൊരു പ്രാഥമിക അന്വേഷണവുമില്ലാതെ പോലീസ് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നു. ജൂൺ 30 പുലർച്ചെ 1:30 CBI DIG മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം മൈലാപ്പൂരിലെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറി. പുറത്തുനിന്നുള്ള ആശയവിനിമയം തടയാൻ വീടുകളിലെ ടെലിഫോൺ ലൈനുകൾ പോലീസ് വിച്ഛേദിച്ചിരുന്നു. 77 വയസ്സുള്ള കരുണാനിധി കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പോലീസ് വാതിൽ ബലമായി തുറന്ന് അകത്ത് കയറി വസ്ത്രം മാറാൻ ആവശ്യപ്പെട്ടത്. താഴേക്ക് കൊണ്ടുവരുന്നതിനിടെ പോലീസുകാർ അദ്ദേഹത്തെ തള്ളിയിടുകയും ബലമായി വലിച്ചിഴക്കുകയും ചെയ്തു. ശരിയായ വസ്ത്രം ധരിക്കാൻ പോലും അനുവദിക്കാതെ പെരുമാറിയ പോലീസിനോട് കരുണാനിധി പ്രതിഷേധിക്കുകയും അയ്യോ അവർ എന്നെ കൊല്ലാൻ നോക്കുന്നേ എന്നർത്ഥമുള്ള അയ്യോ അവങ്ക എന്നെ കൊല്ലപ്പാക്കറങ്കെ എന്ന ഉറക്ക നിലവിളിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ അദ്ദേഹത്തിന്റെ അനന്തരവനും അന്നത്തെ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുരശോലി മാരൻ പോലീസിന്റെ ക്രൂരമായ പെരുമാറ്റത്തെ ചോദ്യം ചെയ്തു. ഹൃദയ സംബന്ധമായ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്ന മാരന് നേരെ പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തുകയും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു. ഒരു ചാക്ക് പോലെ വലിച്ചെറിഞ്ഞാണ് മാരനെ പോലീസ് വാഹനത്തിൽ കയറ്റിയത്. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട അദ്ദേഹത്തെ ഉടൻ തന്നെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്തെത്തിയ മറ്റൊരു കേന്ദ്രമന്ത്രി TR ബാലുവിനെയും പോലീസ് കയ്യേറ്റം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുരശോലി മാരന്റെ മകൻ കലാനിധി മാരന്റെ ഉടമസ്ഥതയിലുള്ള സൺ TV ഈ ദൃശ്യങ്ങൾ നിരന്തരം സംരക്ഷണം ചെയ്തതോടെ തമിഴ്നാട്ടിലുടനീളം വലിയ ജനരോഷം ഉയർന്നു. സൺ TVയുടെ ഈ ദൃശ്യങ്ങൾ പകർത്തൽ തടയാനായി 100-ലധികം മാധ്യമപ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും വലിയ വിവാദമായി. സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞെങ്കിലും അദ്ദേഹം അവിടെ ഇല്ലാതിരുന്നതിനാൽ അറസ്റ്റ് നടന്നില്ല. പിറ്റേന്ന് കീഴടങ്ങിയ സ്റ്റാലിനും ബാലുവും മാരനും ജയിലിലായി. കലൈഞ്ചർക്ക് വേണ്ടിയുള്ള ആത്മഹൂതിയും പ്രക്ഷോഭങ്ങളുമായിരുന്നു പിന്നീട് തമിഴ്നാട് മുഴുവൻ അരങ്ങേറിയത്. 2 കേന്ദ്രമന്ത്രിമാർ ആക്രമിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും തമിഴ്നാട് സർക്കാരിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തമിഴ്നാട് ഗവർണറും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ M ഫാത്തിമ ബീവി സമർപ്പിച്ച റിപ്പോർട്ട് പക്ഷപാതപരമാണെന്ന് കണ്ട കേന്ദ്ര മന്ത്രിസഭ ഗവർണറെ തിരിച്ചു വിളിക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു. ഇതിനെ തുടർന്ന് ഫാത്തിമ ബീവിക്ക് ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ജനരോഷം ശക്തമായതോടെ ജൂലൈ 4 മാനുഷിക പരിഗണന മുൻനിർത്തി കരുണാനിധിയെ മോചിപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരായി. ജയിൽ മോചിതനായ ശേഷം വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ സംഭവങ്ങൾ വിവരിക്കവേ കരുണാനിധി പരസ്യമായി വിങ്ങിപ്പൊട്ടിയിരുന്നു. പിന്നീട് ഈ കേസിൽ കൃത്യമായി തെളിവുകൾ സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചതുമില്ല. കരുണാനിധിയുടെ അറസ്റ്റിലേക്ക് വഴിതെളിച്ച വൈരാഗ്യ രാഷ്ട്രീയത്തിന് തുടക്കമിട്ടത് 1996 ഡിസംബറിലെ ജയലളിതയുടെ അറസ്റ്റായിരുന്നു. 1991-96 കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 45,302 കളർ ടെലിവിഷൻ സെറ്റുകൾ വാങ്ങിയതിൽ 10.16 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് ആരോപിച്ച് DMK സർക്കാർ ജയലളിതയ്ക്കെതിരെ കേസെടുത്തു. ഇതോടൊപ്പം 66.65 കോടി രൂപയുടെ അവിഹിത സ്വത്ത് സമ്പാദന കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1996 ഡിസംബർ 7 മുൻകൂർ ജാമ്യം തള്ളിയതോടെ ചെന്നൈ പോയിസ് ഗാർഡനിലുള്ള വസതിക്ക് ചുറ്റും തടിച്ചുകൂടിയ 2500 AIADMK പ്രവർത്തകരുടെ പ്രതിഷേധം മറികടന്ന് പോലീസ് ജയലളിതയും VK ശശികലയും അറസ്റ്റ് ചെയ്തു. ചെന്നൈ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട അവർക്ക് 1997 ജനുവരി 3 ജാമ്യം ലഭിച്ചത്. ഈ കേസിൽ 2000 മെയ് 30 പ്രത്യേക കോടതി ജയലളിതയും ശശികലയും കുറ്റവിമുക്തരുമാക്കി.
ഇവയ്ക്ക് സമാനമായി ദേശീയ തലത്തിൽ വൻ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു 2019 ഓഗസ്റ്റ് 21 മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ അറസ്റ്റ്. INX മീഡിയ കമ്പനിക്ക് വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിന്റെ അനുമതി നൽകിയതിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് CBIയും EDയും കേസെടുത്തത്. ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ AICC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട ശേഷം ജോർബാഗിലെ വസതിയിലെത്തിയ ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാൻ CBI ഉദ്യോഗസ്ഥർ വീടിന്റെ മതിൽ ചാടിക്കടന്നത് വലിയ വാർത്താ പ്രാധാന്യം അന്ന് നേടി. 1 മണിക്കൂറിലധികം നീണ്ട വലിയ നാടകീയതയ്ക്കൊടുവിലായിരുന്നു അദ്ദേഹത്തെ അന്ന് കസ്റ്റഡിയിലെടുത്തത്. 106 ദിവസത്തെ തീഹാർ ജയിൽ വാസത്തിനു ശേഷമാണ് സുപ്രീം കോടതി ചിദംബരത്തിന് ജാമ്യം അനുവദിച്ചത്. 2002 MDMK നേതാവായ വൈഗോയെ LTTE പരസ്യമായി പിന്തുണച്ച് പ്രസംഗിച്ചതിന്റെ പേരിൽ ജയലളിത സർക്കാർ തീവ്രവാദ വിരുദ്ധ നിയമമായ പോട്ട ചുമത്തി അറസ്റ്റ് ചെയ്തു. ഏകദേശം 19 മാസത്തോളമാണ് വൈഗോ അന്ന് ജയിലിൽ കിടന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പകപോക്കലിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു ഈ സംഭവം. MK സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലതവണ അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. 2001 കരുണാനിധിയുടെ അറസ്റ്റിന് പിന്നാലെ സ്റ്റാലിൻ കോടതിയിൽ കീഴടങ്ങിയായിരുന്നു. കൂടാതെ AIADMK ഭരണകാലത്ത് ജനകീയ സമരങ്ങൾ നയിച്ചതിന്റെ പേരിലും നിയമസഭയ്ക്കുള്ളിലെ പ്രതിഷേധങ്ങളുടെ പേരിലും സ്റ്റാലിനെ പോലീസ് നാടകീയമായി പലതവണ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുതിയ തലമുറയിലെ പ്രധാന നേതാവും DMK പ്രമുഖനുമായ ഉദയനിധി സ്റ്റാലിനും ഇത്തരം രാഷ്ട്രീയ അറസ്റ്റ് നാടകങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. മുൻപ് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും പിന്നീട് വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചപ്പോഴും ഉദയനിധി സ്റ്റാലിനെ പോലീസ് മുൻകരുതലായി തടഞ്ഞുവെക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് മുറുപോക്ക് എഴുത്താളർ കലൈഞ്ചർ മன்றம் അഥവാ പുരോഗമന എഴുത്തുകാരുടെ സംഘം ചെന്നൈയിൽ സംഘടിപ്പിച്ച സനാതന നിർമൂലന സമ്മേളനത്തിൽ വെച്ചാണ് ഉദയനിധി ഏറ്റവും വലിയ വിവാദത്തിന് തിരികൊളുത്തിയ പ്രസംഗം നടത്തിയത്. സനാതനധർമ്മം സാമൂഹ്യനീതിക്കും സമത്വത്തിനും എതിരാണ്. ചില കാര്യങ്ങളെ ചെറുക്കാൻ കഴിയില്ല, അവയെ നിർമ്മാർജ്ജനം ചെയ്യണം. ഡെങ്കിപ്പനി, മലേറിയ, കൊതുകുകൾ, കൊറോണ എന്നിവയെ എതിർക്കാൻ കഴിയില്ല, അവയെ തുടച്ചു നീക്കണം. അതുപോലെ സനാതനധർമ്മത്തെ എതിർക്കുകയല്ല, നിർമ്മാർജ്ജനം ചെയ്യുകയാണ് വേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. BJP അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകൾ ഈ പരാമർശത്തിനെതിരെ അന്ന് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമുയർത്തി. ഇത് ഹൈന്ദവ വിശ്വാസികൾക്കെതിരെയുള്ള വംശഹത്യയ്ക്കുള്ള ആഹ്വാനമാണെന്ന് വരെ BJP ആരോപിച്ചു. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഈ പ്രസ്താവന വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ കക്ഷികൾ ഉദയനിധിയുടെ നിലപാടിനോട് വിയോജിക്കുകയും പരാമർശത്തിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തു. ഉദയനിധിക്കെതിരെ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ വംശീയ വിദ്വേഷം പ്രചരിപ്പിച്ചതിന് FIRകളും രജിസ്റ്റർ ചെയ്തു. കേസ് അന്വേഷണങ്ങൾക്കായി വിവിധ കോടതികളിൽ ഹാജരാകേണ്ട സാഹചര്യവും അന്നുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലും രാഷ്ട്രീയ പ്രസംഗങ്ങളിലും തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാക്കൾക്കും സിനിമാ താരങ്ങൾക്കുമെതിരെ നടത്തുന്ന മൂർച്ചയുള്ളതും സർക്കാസ്റ്റിക് ആയതുമായ പരാമർശങ്ങൾ പലപ്പോഴും അതിരുകടക്കുന്നതായി വിമർശനമുയർന്നിട്ടുണ്ട്. AIADMK നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖരെക്കുറിച്ച് നടത്തുന്ന ചില ദ്വയാർത്ഥ പരാമർശങ്ങളും തമിഴ്നാട്ടിൽ വലിയ പോലീസ് കേസുകൾക്കും രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ തമിഴ്നാട്ടിലെ DMK, AIADMK പ്രവർത്തകർ തമ്മിൽ തെരുവ് യുദ്ധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഉദയനിധിക്കെതിരെ കേസെടുക്കാനും പോലീസ് കസ്റ്റഡി നടപടിയിലേക്ക് നീങ്ങിയതും പ്രകോപനമായി മാറിയിരുന്നു. എയിംസ് മധുരയുടെ നിർമ്മാണം വൈകുന്നതിനെ കളിയാക്കിക്കൊണ്ട് പ്രചാരണത്തിനിടെ എയിംസ് കല്ല് കയ്യിലേന്തി ഉദയനിധി നടത്തിയ പ്രസംഗം തമിഴ്നാട്ടിൽ തരംഗമായിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെയുള്ള ചില രൂക്ഷമായ വ്യക്തിഗത അധിക്ഷേപങ്ങൾ അതിരുകടന്നതാണെന്ന് വിമർശനവും ഉയർന്നു. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള DMKയുടെ ബന്ധം കൂടുതൽ വഷളാവുകയും തമിഴ്നാട്ടിലേക്ക് ലഭിക്കേണ്ട കേന്ദ്ര ഫണ്ടുകളെയും പദ്ധതികളെയും ഇത് പരോക്ഷമായി ബാധിക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം അന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങൾ ഒരു വശത്ത് ഉദയനിധി സ്റ്റാലിന് DMKയുടെ തീവ്ര പെരിയാറിസ്റ്റ് ദ്രാവിഡ ആശയങ്ങളുടെ ശക്തനായ വക്താവായി തമിഴ്നാട്ടിലെ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ സ്വീകാര്യനാക്കി. എന്നാൽ മറുവശത്ത് തമിഴ്നാടിന് പുറത്ത് DMKയെ ഒരു ഹിന്ദുവിരുദ്ധ പാർട്ടിയെ ചിത്രീകരിക്കാൻ BJPക്കും മറ്റെതിരാളികൾക്കും ഈ പ്രസ്താവനകൾ വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറി. തമിഴ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ എതിരാളികൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ മൂർച്ഛിക്കുമ്പോൾ പോലീസിൽ പരാതി നൽകുന്നതും അറസ്റ്റ് ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും പതിവാണ്. പ്രസംഗങ്ങളിലെ പരാമർശങ്ങളുടെയും നിലപാടുകളുടെയും പേരിൽ എതിർകക്ഷികൾ ഉദയനിധിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും കേസെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവങ്ങൾ വാർത്താ ചാനലുകൾ വഴി ലൈവായി ജനങ്ങളിലേക്ക് എത്തിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇരു പാർട്ടികളും ശ്രമിക്കാറുണ്ട്. നേതാവ് അറസ്റ്റിലാകുമ്പോൾ അത് അണികളെ വികാരഭരിതരാക്കുകയും വോട്ട് ബാങ്ക് ശക്തമാക്കുകയും ചെയ്യും. ഒരു പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ എതിർ പാർട്ടി നേതാക്കൾക്കെതിരെ പഴയ കേസുകൾ പൊടി തട്ടിയെടുത്ത് നടപടി സ്വീകരിക്കുന്നത് തമിഴ്നാടിൻ്റെ ഒരു സ്ഥിരം രാഷ്ട്രീയ രീതിയാണ്. എന്തായാലും അറസ്റ്റിലായ DMK നേതാവും പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് 4 മണിക്കൂറിന് ശേഷമാണ് കോടതി നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ മോചിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ ചെന്നൈ നീലാങ്കരയിലെ വസതിയിലെത്തിയായിരുന്നു തഞ്ചാവൂർ പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുക്കുന്നതിന് തൊട്ടുമുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഉദയനിധിയുടെ ഭാര്യ കീർത്തിക സംസാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഉദയനിധി ശുചിമുറിയിലാണെന്ന് കുറച്ച് സമയം അനുവദിക്കണമെന്ന് കീർത്തിക ആവശ്യപ്പെട്ടെങ്കിലും കൂടുതൽ കാത്തു നിൽക്കാൻ സാധിക്കില്ലെന്നും ജോലി നിർവഹിക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു പോലീസ് നൽകിയ മറുപടി.
അറസ്റ്റ് നടപടികൾ തടയാൻ പോലീസ് നീലാങ്കരയിലെ വീട്ടിലെത്തിയപ്പോൾ വലിയ തോതിലുള്ള DMK പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു. പോലീസ് വാഹനത്തിന് മുന്നിൽ കിടന്നും ഉന്തും തള്ളും ഉണ്ടാക്കിയും പ്രവർത്തകർ പ്രതിഷേധിച്ചെങ്കിലും പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയെടുത്ത് വാഹനത്തിൽ കയറ്റി തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അറസ്റ്റിനെതിരെ DMK നൽകിയ ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് GK ഇളന്തിരയ്യൻ ഉദയനിധിയെ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് തന്നെ വിട്ടയക്കാൻ ഉത്തരവിടുകയായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാൻ ഉദ്ദേശമില്ലെന്നും ചോദ്യം ചെയ്യലിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വിജയ് നാരായൺ കോടതിയെ അറിയിച്ചിരുന്നു. ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും എപ്പോൾ ആവശ്യപ്പെട്ടാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി ഉദയനിധിക്ക് നിർദ്ദേശം നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടുമുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ ഹർജിക്ക് ഇനി പ്രസക്തിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം താൻ വിജയ്, തൃഷ എന്നിവരുടെ പേര് പറഞ്ഞിട്ടില്ലെന്നും മോശം പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നുമാണ് ഉദയനിധി പ്രതികരിച്ചത്. എന്നാൽ കാവേരി വിഷയത്തിൽ സംസാരിക്കവേ അണികൾ തൃഷയുടെ പേര് വിളിച്ചു പറഞ്ഞതിന് പിന്നാലെ ഉദയനിധി നടത്തിയ പ്രയോഗമാണ് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചത്. നാളെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഉദയനിധിയെ സഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് ഈ അറസ്റ്റെന്ന് DMKയും ആരോപിക്കുന്നു. പോലീസ് നടപടിയെയും ഉദയനിധിയുടെ പരാമർശത്തെയും കേന്ദ്രീകരിച്ച് തമിഴ്നാട് രാഷ്ട്രത്തിൽ വലിയ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. ഭരണകക്ഷിയായ TVKയും BJPയും ഉദയനിധിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്.